ഫ്രണ്ട്സ്, എന്നൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി എവിടെയാണ് പറഞ്ഞത്? ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പിന്നെയും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും പണിയെല്ലാം തീർക്കണം നല്ല ആഗ്രഹമുണ്ട്. എന്താവും അറിയത്തില്ല. ഞാൻ ഇവിടെ എഴുന്നേറ്റ് അവിയലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ അയച്ചനെല്ലാം അരിഞ്ഞൊക്കെ തരുന്നുണ്ട്. അവി എഴുന്നേറ്റിട്ടില്ല. അപ്പൊ അവി എഴുന്നേക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ തീർക്കണമെന്നുണ്ട്. അപ്പം നമുക്കിന്ന് നമ്മുടെ ഓണം വിശേഷങ്ങളും ഓണം ഞങ്ങൾ എങ്ങനെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്കെ കാണാം. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. ഇന്നലെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിലും രാവിലെ എനിക്ക് അവിയൽ, തോരൻ, കൂട്ടുകറി, പരിപ്പ് കറി ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ അതെല്ലാം ചെയ്തു വെക്കാം, അവി എഴുന്നേക്കുന്നതിന് മുമ്പ് എല്ലാം തീർക്കണം എന്നതാണ് എന്റെ ഉദ്ദേശം. കാരണം അവി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിച്ചണിൽ കയറുള്ള പരിപാടി നടക്കത്തില്ല. പിന്നെ പായസം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്റെ കുക്കിംഗ് ഒക്കെ തീരാറായപ്പോഴത്തേക്കും അവി എഴുന്നേറ്റ് വന്നു. അങ്ങനെ എന്റെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ 9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം തീർക്കണമെന്നായിരുന്നു വിചാരിച്ചത്. അതെല്ലാം നടന്നു. 9 മണിയായി. അപ്പൊ എന്റെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് അവി എഴുന്നേറ്റ് വന്നത് അച്ഛൻ്റെ കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഇന്ന് ഇഡ്ഡലിയും സാമ്പാർ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ ചമ്മന്തിയാണ്. അപ്പം ആ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുക. ജസ്റ്റ് ഇഡ്ഡലി മാത്രം വെച്ചാൽ മതി. അപ്പൊ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു. ഇവരിവിടെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കുട്ടരെയും കുളിച്ച് റെഡിയായി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ഉണ്ട്. വാവ്. അങ്ങനെ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് കഴിക്കട്ടെ. അത് കഴിഞ്ഞ് പൂക്കളറിണം. എന്നിട്ട് പിന്നെ 11 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ പിന്നെ ഫ്രണ്ട്സൊക്കെ വരും കേട്ടോ. അവരുടെ കൂടെ ഫുഡും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയി പെട്ടെന്ന് കാപ്പി കുടിക്കട്ടെ. അങ്ങനെ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കൂട്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ പൂവിടാൻ വേണ്ടിയിരുന്നു. പിന്നെ ആ സമയത്ത് അജയ് ചേട്ടൻ അവിടെ നിന്ന് പാത്രം കഴുക്കും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു കിച്ചണിൽ. ആ പരിപാടിയെല്ലാം അജയ് ചേട്ടൻ ഇട്ടെടുത്തു. പിന്നെ ഞാനും അവിയും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പൂവൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോയി ഡ്രസ്സ് മാറാൻ പോയി. ഇവിടെ വന്നേക്ക്. ഞാനും റെഡിയായി. അങ്ങനെ ഞങ്ങൾ റെഡിയായി വന്ന് നമ്മുടെ ഫ്രണ്ട്സ് വരാൻ കുറച്ചും കൂടെ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്താമെന്ന്. അങ്ങനെ ഞാനും അവയും കൂടെ നിന്ന് ഒരു ഫോട്ടോഷൂട്ട് പരിപാടി പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്ത് തരും കേട്ടോ അജയ് ചേട്ടൻ. എനിക്ക് അവിക്കും ഫോട്ടോ എടുക്കണം ഭയങ്കര ഇഷ്ടം. അജയ് ചേട്ടൻ അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. അവിയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഏത് പോസും ചെയ്തു തരും കേട്ടോ. അവനത് അത്രയ്ക്ക് ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എല്ലാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം അവനെ കാണിച്ചും കൊടുക്കണം. അങ്ങനൊരു കുഴപ്പമുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ കുറെ ഫോട്ടോസ് എടുത്തു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അജയ് ചേട്ടനെ വിളിച്ചിരുത്തി കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ, ഫാമിലി ഫോട്ടോസ്. ഇതിന്റെ ഇടയ്ക്ക് നാട്ടിൽ നിന്നും വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം മാറി മാറി ഓരോരുത്തർക്ക് കോള് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയ്ക്കും കുറെ പ്രാവശ്യം ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വീട്ടിൽ നിന്ന് അവനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാട്ടിലേക്കുള്ള വിളിയും ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വിളക്കത്തൊക്കെ വിളമ്പി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ആദ്യം ഫുഡ് കഴിക്കാതിരുന്നവരുടെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം നമ്മൾ വന്നിരിക്കുന്ന ഗസ്റ്റുകളുടെ മുമ്പിലേക്ക് അവർ ഫുഡ് കഴിക്കുമ്പോൾ ക്യാമറ ആയിട്ട് ചെല്ലാൻ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ പോയി ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വന്നേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, നല്ല സദ്യയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം ഇവിടെ നിന്ന് വർത്താനം പറയായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് നാട്ടിലാണെങ്കിൽ ഒരുപാട് കിട്ടും. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനത്തെ ഉള്ള അവസരങ്ങൾ കിട്ടുന്നത് വളരെ ചുരുക്കമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഓണമൊക്കെ ഇവിടെ വൈൻഡപ്പ് ആയിട്ടോ. എല്ലാവരും ഊണൊക്കെ കഴിച്ചു, കുറച്ചേരം ഇരുന്ന് സംസാരിക്കും, പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി ഞങ്ങളും ഡ്രസ്സൊക്കെ മാറി കുറച്ചേരം ഒന്ന് ഇരിക്കണം. നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സിനിമയൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അവൻ്റെ ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു മൂവിയൊക്കെ വെച്ച് ഞങ്ങളൊന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. നുണക്കുഴി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യട്ടെ. അങ്ങനെ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അയ്യോ എനിക്ക് ഇനിയും പണികളുണ്ട് എന്നുള്ളത്. സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അവയ്ക്ക് ഫുഡ് കൊടുത്തു. കാരണം അവൻ നന്നായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം ഇന്ന് അവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അജയ് ചേട്ടനോട് പറഞ്ഞു, അവരെ കൊണ്ട് ഉറക്കിക്കോ, ഞാൻ ബാക്കി പണിയൊക്കെ തീർത്ത് വെക്കാം, നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കെന്ന്. അങ്ങനെ അജയ് ചേട്ടൻ അവനെ ഉറക്കാൻ പോയ സമയത്ത് ഞാൻ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് ജസ്റ്റ് പൂക്കളം ഒന്ന് വൃത്തിയാക്കലും കൂടെ പരിപാടിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ അജയ് ചേട്ടൻ്റെ. അങ്ങനെ ഞാൻ പൂക്കളം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത്യാവശ്യം ചെറിയൊരു പൂക്കളമായിരുന്നെങ്കിലും ക്ലീൻ ചെയ്യണമല്ലോ. പിന്നെ അവി സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയത് കാരണം അവൻ്റെ ടോയ്സും എല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കും. ഇതിൽ അവന് എന്താ പറയുക, വഴക്കുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ ടോയും വേണം അവന്. ഉറക്കം വരുമ്പോഴും ഇങ്ങനെ വാശിയൊക്കെ പിടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ടോയ്സൊക്കെ എടുത്തിട്ട് ഓരോ സ്ഥലത്തോടെ കൊണ്ടിടും. അങ്ങനെ ടോയ്സും എങ്ങനെ എല്ലായിടത്തും കിടക്കുകയാണ്. അങ്ങനെ എൻ്റെ ലാസ്റ്റ് പരിപാടിയും കഴിഞ്ഞു. ഇനി അവയുടെ ടോയ്സും കൂടെ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ ഈ വർഷത്തെ ഓണം നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. നല്ല ടയേർഡാണ്. അവ നേരത്തെ കിടന്നുറങ്ങി. കാരണം ഉച്ചയ്ക്കൊന്നും ഉറങ്ങാത്ത കാരണം അവ നല്ല ടയേർഡായിരുന്നു. പിന്നെ കിടത്തി ഉറക്കി. കാരണം ഇവിടെ ഭയങ്കര ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അജേഷേട്ടൻ ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ഇനി അജേഷേട്ടൻ്റെ പണികളാണ്. അപ്പം ഞാൻ പോയി ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കട്ടെ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഓണാഘോഷവും പരിപാടിയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.